MG റോഡിൽ യുവാവ് മരിക്കാനിടയായ സംഭവത്തിൽ പ്രതിഷേധം ശക്തം. കോർപ്പറേഷന് മുന്നിൽ BJP പ്രവർത്തകർ പ്രതീകാത്മക ബലിതർപ്പണ സമരം നടത്തി. കോർപ്പറേഷൻ ഓഫീസിലേക്ക് തള്ളിക്കയറിയ പ്രവർത്തകർ മേയറുടെ ചേംബറിൽ വാഴ വയ്ക്കാൻ നീക്കം നടത്തി. കൊടകരയിൽ ഇരുനില കെട്ടിടം തകർന്നു വീണ് 3 ഇതര സംസ്ഥാന തൊഴിലാളികൾക്ക് ദാരുണാന്ത്യം. കെട്ടിടം തകർന്ന സംഭവത്തിൽ വിശദമായ അന്വേഷണം നടത്തുമെന്ന് കളക്ടർ അർജുൻ പാണ്ഡ്യൻ. കെട്ടിടങ്ങളുടെ കാലപ്പഴക്കം സംബന്ധിച്ച് ജില്ലാ കളക്ടർമാരോട് പരിശോധന നടത്താൻ ആവശ്യപ്പെടുമെന്ന് മന്ത്രി കെ രാജു. സംസ്ഥാനത്ത് ശക്തമായ മഴ തുടരും. ശക്തമായ കാറ്റിനും സാധ്യത. 5 ജില്ലകളിൽ ഓറഞ്ച് അലർട്ട്. കനത്ത മഴയെ തുടർന്ന് മലമ്പുഴ ഡാമിന്റെ 4 ഷട്ടറുകൾ തുറന്നു. BJP സംസ്ഥാന നേതൃയോഗം തൃശൂരിൽ തുടരുന്നു. നിലമ്പൂരിൽ NDAയുടെ വോട്ട് വർദ്ധിച്ചെന്ന് BJP സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ. നമസ്കാരം. വിശദമായ വാർത്തയിലേക്ക്. MG റോഡിൽ യുവാവ് മരിക്കാനിടയായ സംഭവത്തിൽ പ്രതിഷേധം ശക്തം. കോർപ്പറേഷന് മുന്നിൽ BJP പ്രവർത്തകർ പ്രതീകാത്മക ബലിതർപ്പണ സമരം നടത്തി. കോർപ്പറേഷൻ ഓഫീസിലേക്ക് തള്ളിക്കയറിയ പ്രവർത്തകർ മേയറുടെ ചേംബറിൽ വാഴ വയ്ക്കാൻ നീക്കം നടത്തി. जय 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 भारत माता, जय 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 युवा मोर्चा, जय 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 युवा मोर्चा, राजवक्यो 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 राजवक्यो, मेयर वर्गीस राजवक्यो, मेयर वर्गीस राजवक्यो, मेयर वर्गीस राजवक्यो, मेयर वर्गीस राजवक्यो, राजवक्यो 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 राजवक्यो, मेयर वर्गीस राजवक्यो, मेयर वर्गीस राजवक्यो, രാജിവെച്ച പുറത്തു പോകൂ, മേയർ വർഗീസ് അഗസ്റ്റിൻ വിവരങ്ങളുമായി ചേരുന്നു. അഗസ്റ്റിൻ, MG റോഡിൽ യുവാവ് മരിക്കാനിടയായ സംഭവത്തിൽ വളരെ ശക്തമായ പ്രതിഷേധമാണ് നടക്കുന്നത്. ഇന്നലെയും പ്രതിപക്ഷ നേതാവ് അടക്കമുള്ള ആളുകളുടെ പ്രതിഷേധം കണ്ടാണ് റോഡ് ഉപരോധമടക്കം. ഇന്നിപ്പോൾ BJP വാഴയുമായാണ് കോർപ്പറേഷൻ ഓഫീസിലേക്ക് എത്തി പ്രതിഷേധിക്കുന്നത്. നിലവിൽ എങ്ങനെയാണ് ഇപ്പോൾ ദൃശ്യങ്ങളിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത്? പോലീസ് സ്ഥലത്തെത്തിയിട്ടുണ്ട് എന്നാണ്. നിലവിൽ എങ്ങനെയാണ് അവസ്ഥ? ഇന്നലെ രാവിലെ MG റോഡിലെ കുഴിയിൽ വീണ യുവാവ് ദാരുണമായി കൊല്ലപ്പെട്ട സംഭവത്തിൽ ഇന്നലെ തന്നെ വിപുലമായ രീതിയിൽ, വളരെ പ്രക്ഷുബ്ധമായ രീതിയിൽ പ്രതിഷേധങ്ങൾ അരങ്ങേറിയിരുന്നു. അത് തുടർന്ന് ഇന്നും ആ പ്രതിഷേധത്തിന്റെ അലയൊലി തീരാത്തൊരവസ്ഥയാണ്, ഒരു സാഹചര്യമാണ് ഇന്ന് തൃശൂർ കോർപ്പറേഷൻ ഓഫീസിൽ സംഭവിച്ചത്. തൃശൂർ കോർപ്പറേഷൻ ഓഫീസിന് മുമ്പിലേക്ക് 3 പ്രതിഷേധ സമരങ്ങളാണ് ഇന്ന് നടന്നത്. തൃശൂർ DCCയുടെ ആഭിമുഖ്യത്തിൽ തെക്കേ ഗോപുരങ്ങളിൽ നിന്ന് DCC പ്രസിഡന്റ് നേതൃത്വം നൽകിയ പ്രതിഷേധ മാർച്ചും തുടർന്ന് കോർപ്പറേഷൻ കവാടത്തിന് മുൻപിൽ പ്രതിഷേധ ധർണയും നടന്നു. അതിനുശേഷമാണ് BJP കൗൺസിലർമാർ മാത്രം നേതൃത്വം നൽകിയ പ്രതീകാത്മക ബലിതർപ്പണ സമരം നടന്നത്. BJPയുടെ കോർപ്പറേഷൻ കൗൺസിലിലെ നേതാവായ BJP കക്ഷി നേതാവായ വിനോദ് പൊള്ളാഞ്ചേരിയാണ് മൃതദേഹത്തിന്റെ രൂപത്തിൽ നിലത്ത് കിടന്ന് അദ്ദേഹത്തിന്റെ അരികത്ത് തന്നെ കിണ്ടിയും വെള്ളവും വെച്ച് ആയിരുന്നു ആ പ്രതിഷേധ സമരം. പ്രതിഷേധ സമരത്തിൽ BJPയുടെ കൗൺസിലർമാരെല്ലാവരും പങ്കെടുത്തു. വിനോദ് പൊള്ളാഞ്ചേരിയാണ് മൃതദേഹ രൂപത്തിൽ കിടന്നത്. ഇതിനെ തുടർന്ന് അതിനുശേഷം അല്പസമയം കഴിഞ്ഞപ്പോഴാണ് യുവമോർച്ചയുടെ നേതൃത്വത്തിൽ മേയറുടെ ഓഫീസ് ഉപരോധിക്കാനും മേയറുടെ സീറ്റിൽ വാഴ വയ്ക്കാനുമായി ശക്തമായ പ്രതിഷേധവുമായി ഏതാനും യുവമോർച്ച പ്രവർത്തകർ എത്തിയത്. അവർ നേരെ മേയറുടെ ചേംബറിലേക്ക് ചെന്നെങ്കിലും മേയറുടെ ഓഫീസ് കവാടം അടഞ്ഞു കിടക്കുകയായിരുന്നു. മേയർ സ്ഥലത്തില്ലാത്തതിനാൽ, മേയർ ഗോവയിലാണെന്നാണ് സൂചന. മേയർ സ്ഥലത്തില്ലാത്തതിനാൽ മേയറുടെ ഓഫീസിന്റെ കവാടം അടഞ്ഞു കിടക്കുകയായിരുന്നു. അതിനു മുമ്പിൽ വാഴ വെച്ച് അവർ ദീർഘനേരം പ്രതിഷേധ മുദ്രാവാക്യങ്ങൾ ഉയർത്തി. തുടർന്ന് അതിനുശേഷമാണ് തൃശൂർ ഈസ്റ്റ് പോലീസിന്റെ SHO TD സുനിൽകുമാറിന്റെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം എത്തി ഈ പ്രതിഷേധക്കാരെ എല്ലാവരെയും ബലപ്രയോഗത്തിലൂടെ അവിടെ നിന്ന് നീക്കം ചെയ്യുകയായിരുന്നു. നിലവിൽ മേയർ സ്ഥലത്തില്ല. മേയർ എപ്പോഴാണ് എത്തുക എന്നുള്ളത് വ്യക്തമല്ല. ഇനി മേയർ എത്തിക്കഴിഞ്ഞാൽ ഈ ഇരു രാഷ്ട്രീയ പാർട്ടികളുടെ നേതൃത്വത്തിൽ വലിയ രീതിയിലുള്ള ഒരു പ്രതിഷേധത്തിലേക്ക് കാര്യങ്ങൾ കടക്കും എന്നതിനുള്ള ഒരു സാധ്യതയല്ലേ ഈ ഒരു പ്രത്യക്ഷ സമരങ്ങൾ?
തീർച്ചയായും ഏതായാലും തൃശൂർ നഗരത്തിലെ റോഡുകളിലെ കുഴികൾ അടയ്ക്കാതെ ഇനി ഭരണസമിതിക്ക് മുന്നോട്ട് പോകാനാവില്ല എന്ന സ്ഥിതിയിലാണ് കാര്യങ്ങൾ എത്തി നിൽക്കുന്നത്. ശക്തമായ പ്രതിഷേധവുമായി രംഗത്ത് വരുമെന്ന് BJPയും കോൺഗ്രസും ഇതിനിടെ ഈ സമരങ്ങളിലൂടെ വ്യക്തമാക്കി കഴിഞ്ഞു. തീർച്ചയായും മേയർ സ്ഥലത്തെത്തിക്കഴിഞ്ഞാൽ ഉടൻ റോഡിലെ കുഴികളെല്ലാം റിപ്പയർ ചെയ്യുന്ന അറ്റകുറ്റപ്പണികൾ തീർക്കുന്ന പ്രവർത്തനം തുടങ്ങും എന്ന് തന്നെയാണ് വ്യക്തമായ സൂചനകൾ ലഭ്യമായിട്ടുള്ളത്. നൽകിയതിന് MG റോഡിൽ യുവാവ് മരിക്കാനിടയായ സംഭവത്തിൽ പ്രതിഷേധിച്ച BJPയുടെ നേതൃത്വത്തിൽ കോർപ്പറേഷൻ ഓഫീസിലേക്ക് മേയറുടെ ചേംബറിൽ വാഴ വയ്ക്കാനുള്ള ഒരു നീക്കം നടത്തി. പ്രതിഷേധക്കാരെ പിന്നീട് പോലീസ് അവിടെ നിന്ന് മാറ്റുകയുണ്ടായി. യുവമോർച്ചയുടെ നേതൃത്വത്തിലാണ് വാഴ വയ്ക്കാനുള്ള ശ്രമമുണ്ടായത്. നേരത്തെ BJPയുടെ നേതൃത്വത്തിൽ ബലിതർപ്പണം നടത്തി പ്രതീകാത്മകമായി ബലിനർപ്പണ സമരം നടത്തുകയുമുണ്ടായി. കഴിഞ്ഞ ദിവസങ്ങളിലും പ്രതിപക്ഷ നേതാവ് അടക്കമുള്ള കോൺഗ്രസ് കൗൺസിലർമാരുടെയും ഒപ്പം തന്നെ BJP കൗൺസിലർമാരുടെയും നേതൃത്വത്തിൽ പ്രതിഷേധം സംഘടിപ്പിച്ചിരുന്നു. നിലവിൽ മേയർ സ്ഥലത്തില്ല. എന്തായാലും പ്രതിഷേധം കടുപ്പിക്കാൻ തന്നെയാണ് രാഷ്ട്രീയ പാർട്ടികളുടെ തീരുമാനം എന്ന് തന്നെയാണ് ഇതിൽ നിന്ന് വ്യക്തമാകുന്നത്. രാവിലെ ഉണ്ടായൊരു ദാരുണ സംഭവം MG റോഡിൽ ഒരു വിഷ്ണുദത്ത് എന്നൊരു യുവാവ്, ഒരു കുടുംബത്തിൻ്റെ പ്രതീക്ഷയും ആശ്രയവും എല്ലാമായിരുന്നൊരു യുവാവ് കൊല്ലപ്പെട്ടു. ബസ് കയറി ഇറങ്ങിയാൽ കൊല്ലപ്പെട്ടത്. കാരണം ഒരു കുഴിയിൽ നിന്ന് രക്ഷപ്പെടാൻ അദ്ദേഹം വണ്ടി ഒന്ന് വെട്ടിച്ചതാണ്. അതിനിടയ്ക്ക് ഒരു ബസ് വന്നിടിച്ച് ബസ് മറിച്ചിട്ടു. അദ്ദേഹം അതിന് മുകളിൽ കൂടെ ബസ് അദ്ദേഹത്തിന് മേലൂടെ കയറി ഇറങ്ങി അദ്ദേഹം തൽക്ഷണം അവിടെ വെച്ച് മരണപ്പെട്ടു. അമ്മ ഗുരുതരാവസ്ഥയിൽ ആശുപത്രിയിലാണ്, മെഡിക്കൽ കോളേജിൽ. ഈ കുഴി അല്ലെങ്കിൽ ഇവിടെ മാത്രമല്ല, ഈ കോർപ്പറേഷൻ്റെ നിയന്ത്രണത്തിലുള്ള എല്ലാ റോഡുകളും നിങ്ങൾ പരിശോധിച്ചാൽ നിങ്ങൾക്ക് ബോധ്യമാവും. എല്ലാ ഭാഗത്തും വലിയ വലിയ ഗർത്തങ്ങളാണ്, കുഴികളാണ്. ഇത് പൂരത്തിന് മുന്നേ തന്നെ ഈ മഴയ്ക്ക് മുന്നേ തന്നെ ടാർ ചെയ്ത് സഞ്ചാരയോഗ്യമാക്കണമെന്ന് പലവട്ടം പറഞ്ഞ് അദ്ദേഹത്തിന് ശ്രദ്ധയിൽപ്പെടുത്തി. ഞങ്ങൾ കൗൺസിലേഴ്സ് കത്ത് കൊടുത്തു. കൗൺസിലിൽ ഞങ്ങളത് ശ്രദ്ധയിൽപ്പെടുത്തി. എന്നിട്ടും അദ്ദേഹം ഒരു പുല്ലുവില കൽപ്പിച്ചില്ല. എല്ലാ ഡിവിഷനുകളിലെ റോഡുകളും സഞ്ചാരയോഗ്യമല്ലാത്ത രീതിയിൽ ജനങ്ങളുടെ ജീവന് തന്നെ ഭീഷണിയായിരിക്കുകയാണ്. ഇന്നലെ ഒരു ചെറുപ്പക്കാരൻ, ഒരു കുടുംബത്തിന്റെ അത്താണി ഈ തൃശൂർ നഗരത്തില് ഈ മേയറുടെ ഈ കോർപ്പറേഷന്റെ ഭരണ പരാജയം കൊണ്ട്, നവീകരണം നടത്താത്ത റോഡുകളുടെ വീഴ്ച കൊണ്ട് ഗുരുതരമായ സ്ഥിതിവിശേഷമാണ് തൃശ്ശൂരിലുള്ളത്. ഇന്നലെ ആ ചെറുപ്പക്കാരൻ മരണമടഞ്ഞു. അദ്ദേഹത്തിന്റെ അമ്മ വളരെ ഗുരുതരമായ സ്ഥിതിയിലാണ് ആശുപത്രിയിൽ തുടരുന്നത്. ഇത് അനുവദിക്കാനാവില്ല. രാജിവെക്കണം. വർഗീസ് മേയർ രാജിവെക്കണം. എന്തായാലും വളരെ വലിയ രീതിയിലുള്ള പ്രതിഷേധം തന്നെയാണ് കോൺഗ്രസും BJPയും മുന്നോട്ട് വയ്ക്കുന്നത്. ഇനി റോഡിലെ കുഴികൾ അടയ്ക്കാതെ മുന്നോട്ട് പോകാൻ സാധ്യമല്ലാത്തൊരു രീതിയിലേക്ക് കാര്യങ്ങൾ നീങ്ങുന്നു. വിവരങ്ങളാണ് അഗസ്റ്റിൻ നൽകിയത്. റോഡിലെ കുഴിയിൽ വീണ യുവാവ് മരിച്ച സംഭവത്തിൽ മനുഷ്യജീവൻ കുരുതി കൊടുത്ത മേയർ രാജിവെക്കണമെന്നാവശ്യപ്പെട്ട് കോൺഗ്രസ് തൃശൂർ നിയോജകമണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കോർപ്പറേഷൻ ഓഫീസ് മാർച്ച് നടത്തി. തെക്കേ ഗോപുരനടയിൽ നിന്ന് ആരംഭിച്ച മാർച്ച് കോർപ്പറേഷന് മുന്നിൽ പോലീസ് തടഞ്ഞു. തുടർന്ന് നടന്ന പ്രതിഷേധ യോഗം DCC പ്രസിഡന്റ് അഡ്വക്കേറ്റ് ജോസഫ് ടാജറ്റ് ഉദ്ഘാടനം ചെയ്തു. കോൺഗ്രസ് തൃശൂർ ബ്ലോക്ക് കമ്മിറ്റി പ്രസിഡന്റ് ഫ്രാൻസിസ് ചാലിശ്ശേരി അധ്യക്ഷത വഹിച്ചു. UDF ജില്ലാ ചെയർമാൻ TV ചന്ദ്രമോഹൻ, കോർപ്പറേഷൻ പ്രതിപക്ഷ നേതാവ് രാജൻ ജെ പല്ലൻ, മുൻ മേയർ IP പോൾ, KPCC സെക്രട്ടറിമാരായ ജോൺ ഡാനിയൽ, ഷാജി കോടങ്കണ്ടത്ത് തുടങ്ങിയവർ സംസാരിച്ചു. അഭിവാദ്യങ്ങൾ അർപ്പിക്കുന്നു. ജയ് ഹിന്ദ്, ജയ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്. സമരങ്ങൾ നടത്തുന്ന ഇടതുപക്ഷ മേയർക്ക് തൃശൂർ കോടാൻ, തൃശൂർ മേയറെ ഇന്ത്യൻ നാഷണൽ. ഈ അപകടമുണ്ടായിട്ട് പോലും ഇവിടുത്തെ MLA കൊടകര ടൗണിൽ കാലപ്പഴക്കം ചെന്ന ഇരുനില കെട്ടിടം തകർന്നു വീണ് 3 അതിഥി തൊഴിലാളികൾ മരിച്ചു. ഒപ്പമുണ്ടായിരുന്ന 12 പേർ അത്ഭുതകരമായി രക്ഷപ്പെട്ടു. പശ്ചിമബംഗാൾ മാൾഡ വൈഷ്ണബ് നഗർ സ്വദേശി 18 വയസ്സുള്ള റബിയൂർ ഇസ്ലാം, വൈഷ്ണബ് നഗർ ദിയോനാപൂർ മന്നാൾ സ്വദേശി 22 വയസ്സുള്ള റബിയുൽ ഇസ്ലാം, മാൾഡ ജില്ലയിലെ സാബന്തപൂർ സ്വദേശി 31 വയസ്സുള്ള അബ്ദുൾ അലീം എന്നിവരാണ് മരിച്ചത്. പുലർച്ചെ 6 മണിയോടെയാണ് ദാരുണമായ സംഭവമുണ്ടായത്. കൊടകര ഗ്രാമപഞ്ചായത്ത് ഓഫീസിന് സമീപം റോഡിൽ നിന്ന് ഏതാനും മീറ്റർ ഉള്ളിലേക്ക് മാറിയുള്ള കെട്ടിടമാണ് മഴയിൽ തകർന്നു വീണത്. 15 അതിഥി തൊഴിലാളികളാണ് ഇതിൽ താമസിച്ചിരുന്നത്. രാവിലെ ജോലിക്ക് പോകാനായി ഇവർ തയ്യാറെടുക്കുന്നതിനിടെയാണ് ഇരുനില കെട്ടിടത്തിന്റെ മുകൾ ഭാഗം വലിയ ശബ്ദത്തോടെ തകർന്നു വീണത്. ശബ്ദം കേട്ട് 12 പേർ ഓടി രക്ഷപ്പെട്ടു. മുകൾ നിലയിലായിരുന്ന 3 പേർക്ക് രക്ഷപ്പെടാനായില്ല. ഇവർ താഴേക്ക് ഓടിയിറങ്ങാൻ ശ്രമിക്കുന്നതിനിടെ കെട്ടിടത്തിന്റെ മുൻവശത്തുള്ള കോൺക്രീറ്റ് മേൽക്കൂര ഇടിഞ്ഞു വീഴുകയായിരുന്നു. ഇതിനിടയിൽപ്പെട്ടവരാണ് മരിച്ച 3 സംഭവം നടന്നയുടനെ ഓടിക്കൂടിയ നാട്ടുകാരോട് രക്ഷപ്പെട്ട തൊഴിലാളികളാണ് കെട്ടിടത്തിൽ കുടുങ്ങിക്കിടക്കുന്നവരെക്കുറിച്ച് പറഞ്ഞത്. കൊടകര പോലീസും പുതുക്കാട്, ചാലക്കുടി എന്നിവിടങ്ങളിൽ നിന്നെത്തിയ ഫയർഫോഴ്സും നാട്ടുകാരും ചേർന്ന് 3.5 മണിക്കൂറോളം നീണ്ട
തിരച്ചിലിനൊടുവിലാണ് കെട്ടിടാവശിഷ്ടങ്ങൾക്കിടയിൽ കുടുങ്ങിയ മൂവരെയും പുറത്തെടുത്തത്. കൊടകരയിലെ സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചുവെങ്കിലും മൂവരുടെയും ജീവൻ രക്ഷിക്കാനായില്ല. കെ രാമചന്ദ്രൻ MLA, ജില്ലാ കളക്ടർ അർജുൻ പാണ്ഡ്യൻ, ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് VS പ്രിൻസ് തുടങ്ങിയവർ അപകട സ്ഥലത്തെത്തി. ചാലക്കുടി DVSP PC ബിജുകുമാർ അടക്കമുള്ള ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരും കൊടകര, ചാലക്കുടി, വെള്ളിക്കുളങ്ങര, പുതുക്കാട്, മാള സ്റ്റേഷനുകളിൽ നിന്നുള്ള പോലീസ് ഉദ്യോഗസ്ഥരും എത്തി. ദുരന്തത്തിൽ മരിച്ചവർക്ക് നഷ്ടപരിഹാരം ലഭ്യമാക്കുമെന്ന് കളക്ടർ പറഞ്ഞു. TCV ന്യൂസ്, കൊടകര. സംസ്ഥാനത്ത് അതിഥി തൊഴിലാളികൾ താമസിക്കുന്ന കെട്ടിടങ്ങളുടെ കാലപ്പഴക്കം സംബന്ധിച്ച് ജില്ലാ കളക്ടർമാരോട് പരിശോധന നടത്താൻ ആവശ്യപ്പെടുമെന്ന് റവന്യൂ മന്ത്രി കെ രാജൻ. കൊടകരയിൽ കനത്ത മഴയിൽ കെട്ടിടം ഇടിഞ്ഞു വീണ് 3 അതിഥി തൊഴിലാളികൾ മരിച്ച സാഹചര്യത്തിലാണ് മന്ത്രി ഇടപെടുമെന്ന് ഉറപ്പു നൽകിയത്. അതിഥി തൊഴിലാളികൾ താമസിക്കുന്ന സ്ഥലങ്ങൾ പരിശോധിച്ച് തൊഴിൽ വകുപ്പുമായി ചേർന്ന് നടപടികൾ സ്വീകരിക്കുമെന്നും മന്ത്രി ഉറപ്പു നൽകി. കെട്ടിടത്തിൽ താമസിച്ചിരുന്ന അതിഥി തൊഴിലാളികളിൽ നിരവധി പേർ നാട്ടിലേക്ക് പോയതിനാൽ ദുരന്തത്തിന്റെ വ്യാപ്തി കുറഞ്ഞു. പഴയ കെട്ടിടങ്ങളുടെ ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് നൽകുന്ന മാനദണ്ഡം ചർച്ചയാകുന്നു. जिस टाइम थोड़ा थोड़ा इधर से टूटना शुरू किया उस टाइम वो 5 आदमी पीछे सीढ़ी है वो सीढ़ी से भागा और जो 3 आदमी ख़त्म हो गया वो 3 आदमी आगे से एक सीढ़ी था उस सीढ़ी से भागने की कोशिश किया वो 3 आदमी ख़त्म हुआ. इधर टूटता है ना और उसको मालूम नहीं पड़ता किधर से किधर जाएगा, किधर से भागने के फायदा है उसको मालूम नहीं है. इधर घुस गया 3 आदमी वो 3 आदमी खत्म. जो 5 आदमी पीछे से भागा वो 5 आदमी और उधर का 4 आदमी पीछे आदमी वो सही है. കൊടകരയിലെ കെട്ടിടത്തിൽ നിന്ന് ഭാഗ്യം കൊണ്ട് രക്ഷപ്പെട്ട ഇതിലെ താമസക്കാരനായിരുന്ന ഇർഷാദ് അലിയുടെ വാക്കുകളാണ് നമ്മൾ കേട്ടത്. സംസ്ഥാനത്ത് ഇതുപോലെ 10,000-കണക്കിന് പഴയ കെട്ടിടങ്ങളുണ്ട്. ഭൂരിഭാഗം കെട്ടിടങ്ങളിലും താമസക്കാരുണ്ട്. അതിലേറെയും വാടകക്കാരാണ് താമസിക്കുന്നത്. ഈ കൊടകര അപകടത്തിൻ്റെ പശ്ചാത്തലത്തിൽ ഈ പഴയ കെട്ടിടങ്ങളുടെ എല്ലാം തൽസ്ഥിതി ഒന്ന് പുനർവിചിന്തനം ചെയ്യേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു. ജില്ലയിൽ തന്നെ അപകടാവസ്ഥയിലുള്ള ആയിരക്കണക്കിന് കെട്ടിടങ്ങളാണുള്ളത്. ഇതിൽ തന്നെ താമസയോഗ്യമല്ലാത്ത കെട്ടിടങ്ങൾ നിരവധിയാണ്. അപകടം മുന്നിൽ കണ്ടും ഇത്തരം കെട്ടിടങ്ങളിൽ കഴിയുന്നവരെ മാറ്റിപ്പാർപ്പിക്കാൻ അധികൃതർക്കുമാകുന്നില്ല. പലർക്കും മാറി താമസിക്കാൻ മറ്റ് വാസസ്ഥലങ്ങളില്ല. കൊടകരയിലെ അപകടത്തിന്റെ വ്യാപ്തി കുറഞ്ഞത് നിരവധി പേർ നാട്ടിൽ പോയതിനാലാണ്. ഞാൻ ഇത് കെട്ടിടത്തിൻ്റെ മുൻപിൽ തന്നെ സ്റ്റുഡിയോ നടത്തുന്ന ആളാണ്. അപ്പോൾ ഇവിടെ കുറേ പേരുണ്ടായിരുന്നു. ഇതിനു മുൻപ് ഇതായിട്ട് എല്ലാവരും കുറേ ബംഗാളിലേക്ക് പോയിട്ടുണ്ടായി, തിരിച്ചു വന്നിട്ടില്ല. അതുകൊണ്ട് കുറച്ച് പേരൊക്കെ രക്ഷപ്പെട്ടു. പിന്നെ ഈ കെട്ടിടം എന്ന് പറഞ്ഞാൽ കുറേ പഴക്കമുള്ള ബിൽഡിംഗ് ആണെന്നാണ് എല്ലാവരും പറയുന്നത്. ചോർച്ചയൊക്കെ ഉണ്ടായി എന്നൊക്കെ പറഞ്ഞു. പഴയ കെട്ടിടങ്ങളിൽ വാടകയ്ക്ക് താമസിക്കുന്നവരും നിരവധിയാണ്. കുറഞ്ഞ വാടകയ്ക്ക് താമസിക്കാമെന്നതാണ് ഇത്തരം കെട്ടിടങ്ങൾ തിരഞ്ഞെടുക്കാൻ കാരണം. താമസ സ്ഥലങ്ങൾ മാത്രമല്ല, ഇത്തരം കെട്ടിടങ്ങളിൽ നിരവധി വ്യാപാര സ്ഥാപനങ്ങളും പ്രവർത്തിക്കുന്നുണ്ട്. കൊടകര അപകടത്തിന്റെ പശ്ചാത്തലത്തിൽ കെട്ടിടങ്ങളുടെ ഫിറ്റ്നസ് സംബന്ധിച്ച് ഒരു പുതിയ നയം തന്നെ രൂപീകരിക്കേണ്ടിയിരിക്കുന്നു. എത്ര പഴക്കമുള്ള കെട്ടിടമാണെങ്കിലും താമസയോഗ്യമാണെങ്കിൽ അല്ലെങ്കിൽ ആ കെട്ടിടം ബലമുള്ളതാണെങ്കിൽ ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് നൽകാം എന്നുള്ളതായിരുന്നു ഇത്ര നാളും സ്വീകരിച്ച് പോന്നിരുന്ന നിലപാട്. എന്തായാലും പുതിയ നയം രൂപീകരിക്കും എന്ന് തന്നെ പ്രതീക്ഷിക്കാം. കൊടകരയിൽ നിന്നും TCVക്ക് വേണ്ടി ക്യാമറമാൻ ആഷിഖിനോടൊപ്പം മുകേഷ് ലാൽ. ഇപ്പോൾ കിട്ടിയ വാർത്തയിലേക്ക്. തലൂരിൽ ലോറി ഇടിച്ച വഴി യാത്രക്കാരായ 2 സ്ത്രീകൾക്ക് ഗുരുതരമായി പരിക്കേറ്റു. സരീഷ് ചേരുന്നു വിവരങ്ങളുമായി. സരീഷ്, എപ്പോഴായിരുന്നു അപകടമുണ്ടായത്? നിലവിൽ പരിക്കേറ്റ സ്ത്രീകളുടെ അവസ്ഥ ഗുരുതരമായി തന്നെയാണോ തുടരുന്നത്? അപകട കാരണം വ്യക്തമാണോ? ഇപ്പൊ നമുക്ക് കിട്ടുന്ന പുതിയ വാർത്ത, ഇതിൽ അമ്മയും മകനുമാണ് ഈ അപകടത്തിൽപ്പെട്ടത്. അതിൽ ഈ അമ്മ മരിച്ചു എന്നുള്ള വാർത്തയാണ് നമുക്ക് പറയാൻ കഴിഞ്ഞിരിക്കുന്നത്. അത് LIT ആശുപത്രിയിലേക്കാണ് അവരെ കൊണ്ടുപോയത്. അതിൽ ഇപ്പോ അമ്മ ഒരു ടാലി തോമസ് എന്ന് പറഞ്ഞ 42 വയസ്സുകാരിയാണ് മരിച്ചതെന്ന് നമുക്കറിയുന്നു. കൂടെ ഉണ്ടായിരുന്ന മകൾ ഒരു +2 വിദ്യാർത്ഥിയാണ്. അവർക്കും ഗുരുതരമായി പരിക്കേറ്റ് LIT തന്നെയാണ്. ഒപ്പം തന്നെ 2 ലോറി ഡ്രൈവർമാർക്കും പരിക്കുണ്ട്. ഇന്ന് ഉച്ചയ്ക്ക് 12:30യോടെയാണ് ഈ അപകടം ഉണ്ടാവുന്നത്. തൈക്കാട്ടുശ്ശേരി റോഡിൽ നിന്നും സംസ്ഥാന പാതയിലേക്ക് കയറിയ ചരക്ക് ലോറിയിൽ തൃശൂർ ഭാഗത്ത് നിന്ന് വന്ന മറ്റൊരു ചരക്ക് ലോറി ഇടിക്കുകയായിരുന്നു. ഇടിയുടെ തൈക്കാട്ടുശ്ശേരിയിൽ നിന്ന് വന്നിരുന്ന ലോറി നിയന്ത്രണം തെറ്റി വഴിയാത്രക്കാരായ ഈ അമ്മയുടെയും മകളെയും ഇടിച്ചു തെറിപ്പിക്കുകയായിരുന്നു. ഈ ദൃശ്യങ്ങൾ നമ്മൾ സമീപത്തെ നിരീക്ഷണ ക്യാമറ നമുക്ക് കിട്ടിയിട്ടുണ്ട്. അത് നമ്മൾ കാണുന്നതാണ് ആവശ്യം. അതുപോലെ തന്നെ ഈ അപകടം നടക്കുന്നത് അമിത വേഗതയിലാണ് ഈ തൃശൂർ ഭാഗത്ത് നിന്ന് വന്ന ലോറി എന്ന് പറയുന്നു, ദൃക്സാക്ഷികൾ പറയുന്നു. കാരണം ഈ ലോറി എതിർ ദിശയിലേക്ക് വന്നാണ് ഈ ചരക്ക് ലോറിയിൽ ഇടിച്ച് ഈ ചരക്ക് ലോറി നിയന്ത്രണം വിട്ട് ഈ വഴിയാത്രക്കാരെ ഇടിച്ച് തെറിപ്പിച്ചത്.
ഇവർ രക്ഷാപ്രവർത്തനം നടത്തിയ നാട്ടുകാരും അതുപോലെ തന്നെ പുതുക്കാടുന്ന ഫയർഫോഴ്സും എത്തിയാണ് രക്ഷാപ്രവർത്തനം നടത്തിയത്. ഈ ലോറിയിലുണ്ടായിരുന്ന അവർക്ക് ഇടയാക്കിയ ലോറിയിലുണ്ടായിരുന്ന ഡ്രൈവറെ ക്യാബിൻ വെട്ടിപ്പൊളിച്ചാണ് പുറത്തെടുത്ത് ആശുപത്രിയിൽ എത്തിച്ചത്. ഈ പരിക്കേറ്റവർ 3 പേരും ഇപ്പോൾ നിലവിൽ തൃശ്ശൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ തന്നെയാണ് ചികിത്സയിലുള്ളത്. അതിൽ ഈ പ്ലസ് 2 വിദ്യാർത്ഥിയായ ഈ കുട്ടിയുടെ നിലയും അല്പം ഗുരുതരമാണെന്നാണ് ഇപ്പൊ നമുക്കറിയാൻ കഴിഞ്ഞിരിക്കുന്നത്. സതീഷ്, നമുക്കറിയാം മഴക്കാലമാണ്, കൂടുതൽ ശ്രദ്ധയോടുകൂടി വാഹനം ഓടിക്കേണ്ട ഒരു സമയമാണ്. പ്രത്യേകിച്ച് ഈ വണ്ടികളുടെ അമിത വേഗമൊക്കെ പലപ്പോഴും വാർത്തകളിൽ ഇടം പിടിക്കുകയും അതുമൂലമുണ്ടാകുന്ന അപകടങ്ങൾ കൂടുതൽ വാർത്തയാകുകയും മരണങ്ങൾ വരെ സംഭവിക്കുന്ന അവസ്ഥയും ഉണ്ടാകുന്നുണ്ട്. ഇതിപ്പോൾ ദൃശ്യങ്ങളിൽ നിന്ന് തന്നെ മനസ്സിലാക്കാൻ സാധിക്കുന്ന വണ്ടി പതുക്കെയാണ് ഇങ്ങോട്ട് വളവ് തിരിഞ്ഞെടുക്കുന്നത്. അമ്മയും മകളും അവിടെ നിൽക്കുന്നതായി കാണുന്നുണ്ട്. പെട്ടെന്നാണ് ബാക്കിൽ വരുന്ന വണ്ടി ഈ ഒരു ലോറിയെ ഇടിക്കുന്നത്. തീർച്ചയായിട്ടും ഇത്തരത്തിൽ അമിത വേഗം നിയന്ത്രിക്കേണ്ട ഒരു മുൻകരുതലിലേക്ക് തന്നെയല്ലേ കാര്യങ്ങൾ പോകുന്നത്? ഇപ്പോൾ ഇവരുടെ കൃത്യമായ വിവരങ്ങൾ ലഭ്യമായിട്ടുണ്ടോ? തീർച്ചയായും ഈ പ്രദേശം, ഈ അപകടം നടന്ന സ്ഥലം എന്ന് പറയുന്നത് തരൂർ സെന്ററാണ്. ഏറ്റവും തിരക്കേറിയ ഒരു സ്ഥലമാണ്. അധികം വീതിയുള്ള സ്ഥലവുമല്ല. അതുകൊണ്ട് കൃത്യമായി അവിടെ ബസ് സ്റ്റോപ്പ് ഉണ്ട്. വാഹനങ്ങളൊക്കെ വേഗത കുറച്ച് പോകുന്ന ഒരു സ്ഥലമാണ് അവിടെ. ആ ഭാഗത്താണ് ഇത്തരത്തിൽ അമിത വേഗതയിലെത്തിയ ലോറി ഈ മറ്റൊരു റോഡിൽ നിന്ന് ഇടറോഡിൽ നിന്നും സംസ്ഥാന പാതയിലേക്ക് സാവധാനം കിടക്കുന്ന ആ ലോറിയിൽ വന്നിടിക്കുകയുണ്ടായത്. തീർച്ചയായും അവിടെ ജനത്തിരക്ക് ഏറിയ ഒരു സ്ഥലം തന്നെയാണ്. നിരന്തരം അപകടങ്ങളും ഉണ്ടാകുന്ന ഒരു സ്ഥലം തന്നെയാണ്. അവിടെ അധികം ശ്രദ്ധയോടെ തന്നെ പോകേണ്ട ഒരു സ്ഥലത്താണ് ഇത്തരത്തിലൊരു അപകടം ഉണ്ടായത്. ഈ അപകടത്തിന് ഇടയാക്കിയത് ഈ തൃശ്ശൂർ ഭാഗത്തു നിന്ന അമിത വേഗതയിലെത്തിയ ലോറി തന്നെയാണെന്നാണ് നമുക്കറിയാൻ കഴിഞ്ഞിരിക്കുന്നത്. ഇത്രയും അവിടെ ആളുകൾ കൂടുന്ന ഒരു സ്ഥലം തന്നെയാണ്. കാരണം 3 റോഡുകൾ സംഗമിക്കുന്ന ഒരു സ്ഥലം തന്നെയാണ് അവിടെ. പ്രധാന സെന്റർ കൂടിയാണ്. നിരവധി ആളുകൾ അങ്ങോട്ടും റോഡ് ക്രോസ് ചെയ്യുന്ന ഒരു സ്ഥലം തന്നെയാണ്. ആ ഭാഗത്താണ് ഇവർ, ഈ അമ്മയും മകളും ഈ വഴിയോരത്ത് കൂടി തന്നെ നടന്ന് റോഡ് ക്രോസ് ചെയ്യാൻ നിൽക്കുന്നതിന്റെ തൊട്ടടുത്ത് വെച്ചിട്ടാണ് ഈ ലോറി അവിടേക്ക് തെറ്റാശ്ശേരി ഭാഗത്തു നിന്ന് ലോറി തിരിയുന്നതും അതിൽ മറ്റു ലോറികളൊന്നും ഇടിച്ച് നിയന്ത്രണം തെറ്റി ഇവരെ ഇടിച്ചു തെറിപ്പിക്കും ഉണ്ടായിരിക്കുന്നത്. ശരി, സതീഷ് വിവരങ്ങൾ നൽകിയത്. തലൂരിൽ ലോറി ഇടിച്ച വഴിയാത്രക്കാരായ അമ്മയ്ക്കും മകൾക്കുമാണ് പരിക്കേറ്റത്. നിലവിൽ അമ്മ മരിച്ചതായിട്ടുള്ള ഒരു പ്രാഥമിക വിവരമാണ് ലഭിക്കുന്നത്. മകൾ +2 വിദ്യാർത്ഥി ഇപ്പോൾ തീവ്രപരിചരണ വിഭാഗത്തിൽ ചികിത്സയിലാണ്. രണ്ടുപേരുടെയും പരിക്ക് ഗുരുതരമാണ്. ദൃശ്യങ്ങളിൽ തന്നെ മനസ്സിലാക്കാം, തൊട്ടടുത്ത കാനയുടെ സ്ലാബിന് മുകളിലേക്കാണ് രണ്ടുപേരും വീണിരിക്കുന്നത്. എന്തായാലും പുറകിലായി വന്ന ലോറിയുടെ അമിത വേഗമാണ് ഇത്തരത്തിലൊരു അപകടത്തിലേക്ക് വഴിവെച്ചത് എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. തലൂർ ഈ അപകടം നടന്ന സ്ഥലം ഏറെ ജനത്തിരക്കുള്ള ഒരു ഏരിയയും കൂടിയാണ്. അധികം വീതിയില്ലാത്ത റോഡും കൂടിയാണ്. സുരക്ഷിതമായി വാഹനം ഓടിക്കേണ്ട വാഹന ഡ്രൈവർമാർ തന്നെ ഇത്തരത്തിലുള്ള അലവസരം കാണിക്കുമ്പോൾ നഷ്ടമാകുന്നത് ജീവനുകളാണ്. എന്തായാലും അമ്മ മരിച്ചു എന്ന പ്രാഥമിക വിവരമാണ് ലഭ്യമാകുന്നത്. അവരുടെ ലൈസൻസ് പ്രകാരം താലി തോമസ് എന്ന് പറയുന്ന സ്ത്രീയാണ് മരിച്ചതായി മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കൃത്യമായ വിവരങ്ങൾ കൂടുതൽ ലഭ്യമായിട്ടില്ല. മകൾ ഗുരുതര പരിക്കുകളോടുകൂടി ആശുപത്രിയിൽ ചികിത്സയിലാണ് എന്നുള്ള വിവരമാണ് ലഭിക്കുന്നത്. സരീഷാണ് വിവരങ്ങൾ നൽകിയത് പുതുക്കാട് നിന്ന്. മറ്റു വാർത്തകൾക്ക് മുൻപ് ഇടവേള. എപ്പോഴാ ഈ കറക്കം തുടങ്ങിയേ? അത് ഈ ലാപ്ടോപ്പും മൊബൈലും ഒക്കെ നോക്കുമ്പോഴേ ഡോക്ടറെ. ഇത് ബഫറോഫിയ. അയ്യോ, പരിഹാരം ഉണ്ട്. വട്ടം ചുറ്റിക്കുന്ന ബ്രോഡ്ബാൻഡിൽ നിന്നും സൂപ്പർ സ്പീഡുള്ള കേരള വിഷനിലേക്ക് മാറൂ. കേരള വിഷൻ, കേരളാസ് #1 ബ്രോഡ്ബാൻഡ് സർവീസ്. വാർത്തയിലേക്ക്. സംസ്ഥാനത്ത് പരക്കെ മഴ. തൃശൂർ ഉൾപ്പെടെ 5 ജില്ലകളിൽ നിന്ന് ഓറഞ്ച് അലർട്ട്, 9 ജില്ലകളിൽ നിന്ന് യെല്ലോ അലർട്ടാണ്. വടക്കു പടിഞ്ഞാറൻ ബംഗാൾ ഉൾക്കടലിലും വടക്കൻ ആന്ധ്രാപ്രദേശിനു മുകളിലായി സ്ഥിതി ചെയ്ത ചക്രവാത ചുഴി ന്യൂനമർദ്ദമായി ശക്തി പ്രാപിച്ചതോടെയാണ് മഴ കനത്തത്. മഴയ്ക്കൊപ്പം 60 കിലോമീറ്റർ വളരെ വേഗത്തിൽ വീശുന്ന കാറ്റിനും സാധ്യതയുണ്ടെന്നും മുന്നറിയിപ്പുണ്ട്. ഉയർന്ന തിരമാലയ്ക്കും കടലാക്രമണത്തിനും സാധ്യതയുള്ളതിനാൽ തീരദേശവാസികൾക്കും മത്സ്യത്തൊഴിലാളികൾക്കും ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. കനത്ത മഴയെ തുടർന്ന് മലമ്പുഴ ഡാമിന്റെ 4 ഷട്ടറുകൾ തുറന്നു. ഇന്ന് രാവിലെ 10 മണിയോടുകൂടിയാണ് ഡാമിന്റെ 4 ഷട്ടറിന്റെയും 10 സെന്റിമീറ്റർ വീതം ഉയർത്തിയിരിക്കുന്നത്. ഇതോടെ വലിയ ശക്തിയോടുകൂടിയാണ് വെള്ളം പുറത്തുവരുന്നത്. ഭാരതപ്പുഴയുടെ ഇരുകരകളിലും താമസിക്കുന്ന ജനങ്ങൾ ജാഗ്രത പാലിക്കണമെന്ന് അധികൃതർ അറിയിച്ചു. കനത്ത മഴയെ തുടർന്ന് നിലവിൽ ഭാരതപ്പുഴ ഇരുകരകളും നിറഞ്ഞാണ് ഒഴുകുന്നത്. ഡാമിലെ വെള്ളം കൂടി എത്തുന്നതോടെ പുഴ കരകവിയാനും സാധ്യതയുണ്ട്. തിരുവല്ലാമലയിൽ ശക്തമായ മഴയിൽ വീട് വെള്ളക്കെട്ടിൽ.
തോപ്പിൽ വീട്ടിൽ ഗോകുലന്റെ വീടാണ് 2 ദിവസമായി വെള്ളക്കെട്ടിൽ തുടരുന്നത്. ശക്തമായ മഴ തുടർന്നാൽ കൂടുതൽ വെള്ളം വീട്ടിലേക്ക് കയറുമെന്ന ആശങ്കയിലാണ് വീട്ടുകാർ. വയോധികരായ ഗോകുലനും ഭാര്യയും മകളും ചെറിയ കുട്ടിയും മാത്രമാണ് വീട്ടിൽ താമസം. തിരുവല്ലാമല പെരിങ്ങോട്ടുകുറിശി പഞ്ചായത്തുകളെ ബന്ധിപ്പിക്കുന്ന പട്ടിപ്പറമ്പ് ഏരുകുളം ചൂലന്നൂർ റോഡ് കുഴികൾ നിറഞ്ഞ തോടായി മാറിയതോടെ ദുരിതത്തിലായി പ്രദേശവാസികൾ. തിരുവല്ലാമല പഞ്ചായത്ത് അധികാരികൾ അശാസ്ത്രീയമായി കോറി വേസ്റ്റും കൊണ്ടിട്ടതോടെ അപകടപാതയായി മാറിയിരിക്കുകയാണ് ഏരുകുളം ചൂലന്നൂർ റോഡ്. ചൂലന്നൂർ ഫോറസ്റ്റ് സ്റ്റേഷന്റെ കീഴിലുള്ള വനപ്രദേശത്തുകൂടെ കടന്നുപോകുന്ന റോഡിൽ വന്യജീവി ശല്യവും പതിവാണ്. വർഷങ്ങളായി തകർന്നുകിടക്കുന്ന റോഡ് സഞ്ചാരയോഗ്യമാക്കി നൽകണമെന്ന് പ്രദേശവാസികൾ ആവശ്യപ്പെട്ടു. നിലമ്പൂരിൽ NDAയുടെ വോട്ട് വർദ്ധിച്ചെന്ന BJP സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ. തൃശൂരിൽ നടക്കുന്ന സംസ്ഥാന BJP നേതൃയോഗത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. നിലമ്പൂരിൽ ജയിച്ചത് കോൺഗ്രസ് അല്ല, ജമാഅത്തെ ഇസ്ലാമിയാണ്. കേരളത്തിൽ ഇനി കോൺഗ്രസിന് ഭരിക്കണമെങ്കിൽ 26 സീറ്റ് വേണം. അതേത് സീറ്റെന്ന് രാഹുലും കോൺഗ്രസും വ്യക്തമാക്കണം. നിലമ്പൂരിൽ ജയിച്ചതുകൊണ്ട് കേരളം ഭരിക്കുമെന്ന് പറയുന്നത് ശരിയല്ല. മോദിയുടെ പദ്ധതികൾ ഞങ്ങളുടേതാണെന്ന മരുമകൻ പറഞ്ഞു നടക്കുന്നത് ജനങ്ങൾ വിശ്വസിക്കുന്നില്ലെന്നും രാജീവ് ചന്ദ്രശേഖർ പറഞ്ഞു. ഭാരതാംബ ചിത്രത്തിൽ പുഷ്പാർച്ചന നടത്തിയ ശേഷമായിരുന്നു BJP നേതൃയോഗം തുടങ്ങിയത്. 26-27 സീറ്റ് ഇനി അവർക്ക് പിടിക്കണം. ആ 26 സീറ്റ് ഏത് സീറ്റാണെന്ന് രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും ആരാടും ചൗക്കത്തും കോൺഗ്രസ് പ്രസിഡന്റ് ഒന്നും പറഞ്ഞാൽ ഇല്ല, അങ്ങനെ 25 സീറ്റ് കിട്ടില്ല. മറ്റത്തൂർ പഞ്ചായത്ത് ഗ്രൗണ്ട് റോഡ് സഞ്ചാരയോഗ്യമാക്കണമെന്നാവശ്യപ്പെട്ട് മറ്റത്തൂർ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ പ്രകടനവും ധർണയും നടത്തി. DCC ജനറൽ സെക്രട്ടറി TM ചന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. മണ്ഡലം പ്രസിഡന്റ് ഷാഫി കല്ലൂപ്പറമ്പിൽ അധ്യക്ഷത വഹിച്ചു. ബ്ലോക്ക് വൈസ് പ്രസിഡന്റ് CH സാദത്ത്, ബ്ലോക്ക് ഭാരവാഹികളായ സായൂജ് സുരേന്ദ്രൻ, ഷാജു പൂക്കോടൻ, സിജിൽ ചന്ദ്രൻ, നൈജോ തുടങ്ങിയവർ സംസാരിച്ചു. നമ്മുടെ പഞ്ചായത്ത് ഓഫീസിന്റെ പുറകിൽ പഞ്ചായത്തുമായി ബന്ധപ്പെട്ട് വരുന്ന നിരവധി ആളുകൾക്ക് അസഹ്യമായ മാറ്റം കൊണ്ട് അസഹ്യമായ ഒരുപാട് അപകടങ്ങൾ ലഭിച്ചു എന്നാണ് നമുക്കറിയാം. തടഞ്ഞുവെച്ച വനഭൂമി പട്ടയങ്ങൾ വിതരണം ചെയ്യണമെന്നാവശ്യപ്പെട്ട് വെൽഫെയർ പാർട്ടി ജില്ലാ കമ്മിറ്റി തൃശൂർ താലൂക്ക് ഓഫീസിലേക്ക് മാർച്ച് നടത്തി. വെൽഫെയർ പാർട്ടി ജില്ലാ പ്രസിഡന്റ് അഡ്വക്കേറ്റ് KS നിശാന്ത് മാർച്ച് ഉദ്ഘാടനം ചെയ്തു. പട്ടയം അവകാശമാണെന്നും അത് തടഞ്ഞുവെക്കാൻ മന്ത്രി രാജനോ മുഖ്യമന്ത്രിക്കോ അവകാശമില്ലെന്നും അദ്ദേഹം പറഞ്ഞു. വെൽഫെയർ പാർട്ടി ഭൂസമര സമിതി ജില്ലാ കോർഡിനേറ്റർ ഷാജഹാൻ എളനാട് അധ്യക്ഷത വഹിച്ചു. പാർട്ടി ജില്ലാ ജനറൽ സെക്രട്ടറി KS ഉമൈറ, ജില്ലാ വൈസ് പ്രസിഡന്റ് റഷീദ്, ട്രഷറർ PB ആരിഫ് തുടങ്ങിയവർ സംസാരിച്ചു. തുടർന്ന് സമരക്കാരുടെ നേതൃത്വത്തിൽ പട്ടയം അനുവദിച്ച് കിട്ടിയവർ ഓഫീസിലെത്തി. പട്ടയം ആവശ്യപ്പെട്ടപ്പോൾ സമരത്തിൽ പങ്കെടുത്ത 4 പേർക്കും പട്ടയങ്ങൾ കൈമാറി. അവശ്യ സാധനങ്ങളുടെ വിലക്കയറ്റത്തിലും അനധികൃത കാറ്ററിംഗ് സ്ഥാപനങ്ങളുടെ വ്യാപനത്തിലും പ്രതിഷേധിച്ച കേരള കാറ്ററേഴ്സ് അസോസിയേഷൻ സംസ്ഥാന കമ്മിറ്റി ജൂലൈ 8 നടത്തുന്ന സെക്രട്ടേറിയറ്റ് മാർച്ചിന് മുന്നോടിയായി 3 ദിവസം ജില്ലയിൽ പ്രചരണ വാഹന ജാഥ സംഘടിപ്പിക്കുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു. തിങ്കളാഴ്ച മുതൽ വ്യാഴാഴ്ച വരെ ജില്ലയിലെ വിവിധ കേന്ദ്രങ്ങളിൽ ജാഥയ്ക്ക് സ്വീകരണം നൽകും. തിങ്കളാഴ്ച രാവിലെ 9-ന് അസോസിയേഷൻ സംസ്ഥാന സെക്രട്ടറി പ്രശാന്ത് ആതിര ഉദ്ഘാടനം ചെയ്യും. ജാഥ വ്യാഴാഴ്ച ചാലക്കുടിയിൽ സമാപിക്കും. അസോസിയേഷൻ ജില്ലാ പ്രസിഡന്റ് PM ഷമീർ, ജില്ലാ ജനറൽ സെക്രട്ടറി ബാലൻ കല്യാണീസ്, AP പോൾസൺ, U സുരേഷ് എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. സംസ്ഥാനത്ത് വിവിധ ആശ്രമങ്ങളിലെ സന്യാസിമാർ നയിക്കുന്ന ധർമ്മ സന്ദേശയാത്രയുടെ സ്വാഗത സംഘ രൂപീകരണം നാളെ തൃശൂരിൽ നടക്കുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു. വൈകിട്ട് 4:30-ന് തൃശൂർ ചിന്മയ മിഷൻ നീരാഞ്ജലി ഹാളിൽ നടക്കുന്ന സ്വാഗത സംഘ രൂപീകരണത്തിൽ ജില്ലയിലെ നിരവധി സ്വാമിമാർ പങ്കെടുക്കും. ഒക്ടോബർ 7 മുതൽ 21 വരെ കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെയാണ് ധർമ്മ സന്ദേശയാത്ര നടക്കുക. സ്വാമി നന്ദാത്മജാനന്ദ, സ്വാമി ദേവാത്മജാനന്ദ, തൃശീവപുരം മോഹനചന്ദ്രൻ, C രവീന്ദ്രനാഥ്, K അനൂപ് എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. ലയൺസ് കേരള മൾട്ടിപ്പിൾ സെക്രട്ടറിയായി തിരഞ്ഞെടുത്ത ജെയിംസ് വളപ്പിലേക്ക് തൃശൂരിൽ പൗരസ്വീകരണം നൽകുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു. ഞായറാഴ്ച രാവിലെ 10-ന് ടൗൺഹാളിൽ നടക്കുന്ന പരിപാടി ഉന്നത വിദ്യാഭ്യാസ മന്ത്രി R ബിന്ദു ഉദ്ഘാടനം ചെയ്യും. ചടങ്ങിൽ ആതുര സേവന രംഗത്ത് മികച്ച പ്രവർത്തനം കാഴ്ചവെച്ച 5 വനിതകളെ ആദരിക്കലും തൃശൂർ കോർപ്പറേഷനിലെ 300-ൽ പരം ഹരിതകർമ്മ സേനാ അംഗങ്ങൾക്ക് സ്വാരി നൽകലും ചടങ്ങിൽ നടക്കും. ലയൺ ഡിസ്ട്രിക്ട് ലേഡീസ് സർക്കിൾ പ്രസിഡന്റ് നിർമ്മല മുരളീധരൻ, NI വർഗീസ്, ജോജു മഞ്ഞില, സോജൻ ജോൺ എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു.
കേരള പ്രദേശ് ഗാന്ധി ദർശൻ വേദി കുന്നംകുളം ഗുരുവായൂർ നിയോജക മണ്ഡലം കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ കുന്നംകുളം മുനിസിപ്പൽ ബസ് സ്റ്റാൻഡിൽ ലഹരി വിരുദ്ധ ലഘുലേഖകൾ വിതരണം ചെയ്തു. കസ്തൂർബ ഗാന്ധി ദർശൻ വേദി സംസ്ഥാന വൈസ് ചെയർപേഴ്സൺ രേണുക മേനൻ, കുന്നംകുളം നഗരസഭാ കൌൺസിലർ മിഷ സെബാസ്റ്റ്യൻ, ശശിധരൻ വൈലത്തൂർ എന്നിവർ നേതൃത്വം നൽകി. ദേശമംഗലം പഞ്ചായത്ത് അംഗം PI ഷാനവാസിന്റെ വീട്ടിൽ അർദ്ധരാത്രിയിലെത്തി പോലീസുകാർ ഭീഷണിപ്പെടുത്തിയതായി പരാതി. അർദ്ധരാത്രി സ്ത്രീകളടക്കമുള്ള ആളുകളെയും മറ്റും CI അടക്കമുള്ള പോലീസ് ഉദ്യോഗസ്ഥരും ചേർന്ന് ഭീഷണിപ്പെടുത്തിയെന്നാണ് പരാതി. ഇതിനെതിരെ പ്രതിഷേധവുമായി മുന്നോട്ടു പോകാനാണ് തീരുമാനമെന്ന് ഷാനവാസ് പറഞ്ഞു. എന്നാൽ അന്വേഷണത്തിന്റെ ഭാഗമായി ഷാനവാസിനെ വിളിക്കാൻ ചെന്നപ്പോഴാണ് ഇദ്ദേഹം പ്രകോപിതനായതെന്ന് പോലീസ് ഉദ്യോഗസ്ഥർ പറഞ്ഞു. തോന്നിയാസം പറയും, വീട്ടിൽ കയറി അഭിമാനിക്കേ, താനയുടെ കൊണ്ട് ജീവിക്കണ്ടേ? അങ്ങനെ പിണറായി വിജയൻ മാത്രമല്ല ഇവിടെ ഉണ്ടാവുള്ളൂ. അങ്ങനെ പിണറായി വിജയൻ മാത്രമല്ല ഇവിടെ ഉണ്ടാവുള്ളൂ. തങ്ങളാന്ന് പറയണ്ട, ഈ പിണറായി വിജയൻ മാത്രമല്ല ഇവിടെ ഉണ്ടാവുള്ളൂ. നിങ്ങൾ രാത്രി വീട്ടിൽ കയറിയുണ്ട് സ്ത്രീകളിൽ യൂസസ് ഞാൻ കൊടുത്തുള്ള പരാതി, ഞാൻ കൊടുക്കുന്ന പരാതി നീ വഷളാക്കണ്ട തിരുവല്ലാമലയിൽ മാർക്കിംഗ് ഇല്ലാത്ത ഹമ്പുകൾ പൊതുജനങ്ങളുടെ ജീവന് ഭീഷണിയാകുന്നു. തിരുവല്ലാമല ഗ്രാമീണ വായനശാലയ്ക്ക് മുൻവശത്തുള്ള വിലാതിരിനാഥ ക്ഷേത്രത്തിലേക്കുള്ള റോഡിലാണ് ഹമ്പുകൾ സ്ഥാപിച്ചിട്ടുള്ളത്. സ്വകാര്യ സ്കൂൾ കെട്ടിടത്തിന്റെ ഇരുവശങ്ങളിലുമായാണ് റോഡിൽ ഹമ്പ് നിലനിൽക്കുന്നത്. മാർക്കിംഗ് ഇല്ലാത്തതിനാൽ വാഹനയാത്രികർക്ക് ജീവന് ഭീഷണിയാണ് ഈ ഹമ്പുകൾ. ഹമ്പുകൾ തിരിച്ചറിയുന്നതിനായി ആവശ്യമായ നടപടികൾ അധികൃതർ സ്വീകരിക്കണമെന്ന് പ്രദേശവാസികൾ ആവശ്യപ്പെട്ടു. കൊടുങ്ങല്ലൂർ കുഞ്ഞുകുട്ടി തമ്പുരാട്ടി മെമ്മോറിയൽ ഗവൺമെന്റ് ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂൾ മെറിറ്റ് ഡേ ആഘോഷിച്ചു. നഗരസഭാ ടൗൺഹാളിൽ നടന്ന പരിപാടി VR സുനിൽകുമാർ MLA ഉദ്ഘാടനം ചെയ്തു. PTA പ്രസിഡന്റ് PB രഘു അധ്യക്ഷത വഹിച്ചു. നഗരസഭാ ചെയർപേഴ്സൺ TK ഗീത എൻഡോമെന്റ് വിതരണം നിർവഹിച്ചു. ആരോഗ്യകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ LC പോൾ, ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ KS കൈസാബ്, പ്രതിപക്ഷ നേതാവ് TE സജീവൻ, കൌൺസിലർ CA സുമേഷ് എന്നിവർ സംസാരിച്ചു. കൃഷ്ണശ്രീക്ക് നഷ്ടമായത് ഭാവി മികച്ച പ്രകടനം കാഴ്ചവെച്ച ശൈലി ഏറ്റവും കൂടുതൽ ഔപചാരികമായിട്ട് ഉദ്ഘാടനം നിർവഹിച്ച വേദിയിൽ പ്രഖ്യാപിക്കുകയാണ്. എരുമപ്പെട്ടി തിരുഹൃദയ ഫറൂന പള്ളിയിലെ തിരുഹൃദയ പ്രതിഷ്ഠാ തിരുനാൾ ആഘോഷിച്ചു. ആഘോഷമായ ദിവ്യബലിക്ക് ഫാദർ ജോൺ പുത്തൂർ മുഖ്യ കാർമ്മികത്വം വഹിച്ചു. ഫാദർ ജീസ് അക്ര പറ്റിയേക്കൽ സഹകാർമ്മികനായി. ഫാദർ പോൾ മുട്ടത്ത് തിരുനാൾ സന്ദേശം നൽകി. തിരുനാളിന്റെ ഭാഗമായി നടന്ന നേർച്ചയൂട്ടിൽ 15,000 പേർ പങ്കെടുത്തു. വികാരി ഫാദർ ജോഷി ആളൂർ, ജനറൽ കൺവീനർ KC ഡേവിസ്, കൈക്കാരന്മാരായ TS ജെയ്സൺ, MK ജോൺസൺ, TO ഷൈജു, MV ഷാൻഡോ എന്നിവർ ആഘോഷ പരിപാടികൾക്ക് നേതൃത്വം നൽകി. ലോക ലഹരി വിരുദ്ധ ദിനത്തിൽ തരൂർ AUP സ്കൂളിൽ ലഹരി വിരുദ്ധ ബോധവൽക്കരണ ക്ലാസ് സംഘടിപ്പിച്ചു. തരൂർ AUP സ്കൂൾ പ്രധാനാധ്യാപിക ബിന്ദു ബോധവൽക്കരണ ക്ലാസ് ഉദ്ഘാടനം ചെയ്തു. പഴമ്പാലക്കോട് PHSCയിലെ സിസ്റ്റർ ദീപ ബോധവൽക്കരണ ക്ലാസിന് നേതൃത്വം നൽകി. KG രാജേഷ് സംസാരിച്ചു. വായനാ വാരാചരണത്തിൽ അധ്യാപകനായ അച്ഛന്റെ പുതിയ പുസ്തകം പ്രധാന അധ്യാപകർക്ക് നൽകി പ്രകാശനം ചെയ്ത മക്കളും കൂട്ടുകാരും. പഴമ്പാലക്കോട് ഹൈസ്കൂളിലെ അധ്യാപകനായ ഡോക്ടർ സംഗീത രവീന്ദ്രന്റെ വേരുകൾ ചിരിക്കാറുണ്ടെന്ന പുതിയ പുസ്തകമാണ് മക്കളായ സൂര്യനാരായണനും സരയുവും കൂട്ടുകാരും ചേർന്ന് അധ്യാപകരായ മിനി, ബിന്ദു എന്നിവർക്ക് നൽകി പ്രകാശനം നിർവഹിച്ചത്. ഡോക്ടർ സംഗീത രവീന്ദ്രന്റെ 9ാമത്തെ പുസ്തകമാണിത്. പഴമ്പാലക്കോട് SMM ഹൈസ്കൂളിലെ അധ്യാപകൻ PA നാരായണൻകുട്ടി, പ്രധാന അധ്യാപകരായ ബിന്ദു, മിനി രവീന്ദ്രൻ തുടങ്ങിയവർ സംസാരിച്ചു. തെക്കുംകര ട്രിച്ചി NIITയിൽ നിന്ന് MTech കെമിക്കൽ എഞ്ചിനീയറിംഗിൽ 1ാം റാങ്ക് നേടിയ ഫെബിൻ മാത്യുവിനെ തെക്കുംകര CT ദേവസി സ്മാരക ട്രസ്റ്റ് ഭാരവാഹികൾ വസതിയിലെത്തി അനുമോദിച്ചു. ട്രസ്റ്റ് ചെയർമാൻ PJ രാജു ഉപഹാരം നൽകി. പഞ്ചായത്ത് അംഗം ഷൈബി ജോൺസൺ, ട്രസ്റ്റ് ഭാരവാഹികളായ TA ശങ്കരൻ, AR കൃഷ്ണൻകുട്ടി, K ചന്ദ്രശേഖരൻ, തോമസ് പുത്തൂർ, TV പൗലോസ് തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു. പഴയന്നൂപ്പാടം പേരയിൽ പുലയത്ത് മാത്യു ഷേർലി ദമ്പതികളുടെ മകളാണ് ഫെബിൻ മാത്യു. സ്വർണം, വെള്ളി, പ്ലാറ്റിനം നിരക്കുകൾ. തരകൻസ് റോയൽ ജ്വല്ലറി സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് നിങ്ങളുടെ അമൂല്യമായ വജ്രത്തിന് ഇനി മുഴുവൻ മൂല്യവും തരകൻസ് റോയൽ ജ്വല്ലറി, കുന്നംകുളം, ഷാർജ.
സ്വർണം ഗ്രാമിന് 8,985 രൂപ, പവന് 71,880 രൂപ. വെള്ളി ഗ്രാമിന് 118 രൂപ. പ്ലാറ്റിനം ഗ്രാമിന് 4,466 രൂപ. തരകൻസ് റോയൽ ജ്വല്ലറി സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് നിങ്ങളുടെ അമൂല്യമായ വജ്രത്തിന് ഇനി മുഴുവൻ മൂല്യവും തരകൻസ് റോയൽ ജ്വല്ലറി, കുന്നംകുളം, ഷാർജ. പ്രധാന വാർത്തകൾ വീണ്ടും. MG റോഡിൽ യുവാവ് മരിക്കാനിടയായ സംഭവത്തിൽ പ്രതിഷേധം ശക്തം. കോർപ്പറേഷൻ മുന്നിൽ BJP പ്രവർത്തകർ പ്രതീകാത്മക ബലിതർപ്പണ സമരം നടത്തി. കോർപ്പറേഷൻ ഓഫീസിലേക്ക് തള്ളിക്കയറിയ പ്രവർത്തകർ മേയറുടെ ചേംബറിൽ വാഴ വയ്ക്കാൻ നീക്കം നടത്തി. കൊടകരയിൽ ഇരുനില കെട്ടിടം തകർന്നു വീണ 3 ഇതര സംസ്ഥാന തൊഴിലാളികൾക്ക് ദാരുണാന്ത്യം. കെട്ടിടം തകർന്ന സംഭവത്തിൽ വിശദമായ അന്വേഷണം നടത്തുമെന്ന് കളക്ടർ അർജുൻ പാണ്ഡ്യൻ. കെട്ടിടങ്ങളുടെ കാലപ്പഴക്കം സംബന്ധിച്ച് ജില്ലാ കളക്ടർമാരോട് പരിശോധന നടത്താൻ ആവശ്യപ്പെടുമെന്ന് മന്ത്രി കെ രാജൻ. സംസ്ഥാനത്ത് ശക്തമായ മഴ തുടരും. ശക്തമായ കാറ്റിനും സാധ്യത. 5 ജില്ലകളിൽ ഓറഞ്ച് അലർട്ട്. കനത്ത മഴയെ തുടർന്ന് മലമ്പുഴ ഡാമിന്റെ 4 ഷട്ടറുകൾ തുറന്നു. BJP സംസ്ഥാന നേതൃയോഗം തൃശൂരിൽ തുടരുന്നു. നിലമ്പൂരിൽ NDAയുടെ വോട്ട് വർദ്ധിച്ചെന്ന് BJP സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ. വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.